ഹായ് കൂട്ടുകാരെ, നല്ല ബട്ടൂരയും ചിക്കൻ വെജ് കുറുമയും കണ്ടാലോ? ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു കിണ്ണ എടുത്തു. നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന കിണ്ണയില്ലേ, ആ കിണ്ണ എടുത്തു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു. ഇത്തിരി നമ്മൾ ഈസ്റ്റ് ചേർത്തു, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തു. അതിലേക്ക് വേറെന്ത് ചേർത്തു? ഒരു സ്പൂണ്, അതായത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും തൈരിലേക്ക് നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് അടച്ചു വെക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും കേട്ടോ ഈ മാവ് പൊങ്ങി വരുന്നതുമൊക്കെ. ഇപ്പം നല്ല മഴയായതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ കഴിയില്ല. ഇടയ്ക്ക് നല്ല വെയിലുണ്ടാകും, ഇടയ്ക്ക് നല്ല മഴയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ബട്ടൂരയുടെ മാവ് എന്തായിത്തീരുന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം തുറന്ന് ആവശ്യത്തിനുള്ള മാവ് ചേർക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അനുസരിച്ച് 1.5 ബൗള് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിന് പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അധികം ലൂസായി പോകാൻ പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് തിക്കായി പോകാനും പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കാത്തത്, ഇപ്പം ഞാൻ ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, സാധാരണ പോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കെന്നാൽ കുഴച്ച് വെച്ചത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കുഴച്ച് വെച്ച മാവിരിക്കുന്നത്. ഇനി നമ്മളതങ്ങ് അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഇത് ഞാൻ എവിടെ നോക്കി ചെയ്യുന്ന റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഞാനിങ്ങനെ എല്ലാം പരീക്ഷിച്ച് വെക്കാറുണ്ട്. ഈ പരീക്ഷണങ്ങൾക്കൊക്കെ പാവപ്പെട്ട എൻ്റെ വീട്ടുകാരാണ് ഇരയാകാറ്. വേറെ നിവൃത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് അവരെന്ത് പറയും, ഭയങ്കര രുചിയുണ്ടെന്ന് പറയും. നമ്മൾ ഈ വെജ് ചിക്കൻ കുറുമയിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ഉള്ളി, സവാള, പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, 4-5 പയർ, നമ്മൾ കോട്ടപ്പയറില്ല അതാണ് ചേർത്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലും വെജീസ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വഴറ്റി എന്താകുമെന്ന് നോക്കാം. നന്നായാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ കറി വെക്കുന്നത്. നന്നായി വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം, പിന്നെയോ ചിക്കനും ചേർക്കണം. ചിക്കനും ഉപ്പൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ആ മസാലക്കൊരു രുചിയൊക്കെ വരിക. അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി വേറെ ചിക്കൻ വേറെയൊക്കെ മാറി നിൽക്കും. അങ്ങനെ ഒരു ഒത്തൊരുമയിലൊന്നും കറി പോവില്ല മുന്നോട്ടേക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പച്ചക്കറിയുടെ കൂടെ തന്നെ എന്ത് ചേർത്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ നന്നായി പുകയടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്യാമറയൊക്കെ മങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ തുടച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ സാഹസത്തിലേക്ക് മുതിരുകയാണ്. തക്കാളി ചേർത്ത് കേട്ടോ. ഈ ഒരു സമയത്താണ് തക്കാളി ചേർത്തത്. ഒരു തക്കാളിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. തക്കാളി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്നോട് പറയാൻ വിട്ടുപോയതാണ്. കാരണം ഷൂട്ടും ചെയ്യണം, കറിയും വെക്കണം, രണ്ടും ഒന്നിച്ച് സമയത്തിന് ഭക്ഷണമാകും വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം കറി എന്താവുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ വെജ് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തക്കാളിയും കൂടി നന്നായി വഴണ്ടി വരണം. പച്ചക്കറി ഏതാണ്, ഉള്ളിയും തക്കാളി ഏതാണെന്നുള്ള മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കും. നമ്മുടെ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ചേർത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിംഗ് ആണ് മെയിൻ. നന്നായി മിക്സ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ കറി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ഇതിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയൊന്നും നോക്കാറൊന്നുമില്ല. പിന്നെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള അത് ചേർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതിനും പ്രത്യേകിച്ച് കണക്കും കാര്യമൊന്നുമില്ല, അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഏകദേശം നമുക്ക് ആ കറിക്ക് വേണ്ടുന്ന എത്രയെന്ന് തോന്നുന്ന രീതിക്ക് ഇപ്പോൾ മസാലപ്പൊടി, അതായത് ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ എന്ത് ചേർത്തു, മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എരിവുണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ്.
അതിനുശേഷം 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ എല്ലാ കറിയിലും ചേർക്കുന്ന മസാലപ്പൊടികളാണല്ലോ ഇതൊക്കെ, അതൊക്കെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർക്കും. എൻ്റെ കറിയിലൊക്കെ ഞാൻ കുരുമുളക് പൊടി കുറച്ച് കൂടുതലായി ചേർക്കാറുണ്ട്. നല്ലൊരു നാടൻ ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി സഹായിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അതിനിടയിൽ നമ്മളെ മാവ് എന്തായെന്നുള്ള ഒന്ന് ചെക്കും ചെയ്ത് നോക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അങ്ങ് പൊങ്ങി വന്നതൊന്നും നമുക്ക് പറയാനാവില്ല. അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിളക്കുന്ന കറി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അത് മാറ്റി. നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടൂര ഉണ്ടാക്കാൻ പോവാണ്. ബോൾസാക്കി വെച്ച മാവ് വട്ടത്തിൽ പരത്തി 4ആയിട്ട് കട്ട് ചെയ്ത് അതിനി ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. നന്നായി പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിലിത്തിരി വെള്ളം കൂടിപ്പോയത് കൊണ്ട് തന്നെ കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഇത്തിരി പാടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയിലിട്ടപ്പം പൊങ്ങുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എല്ലാ പീസസും പൊരിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണാർത്ഥമാണ് ഈ കറിയും ബട്ടൂരയും ഉണ്ടാക്കിയതെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി എനിക്കും കഴിച്ച വീട്ടുകാർക്കും നല്ല അഭിപ്രായമായിരുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.